വെൽക്കം ടു ട്രാവൽ ആർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലെ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഇന്നലെ രാത്രി ശ്രീകണ്ഠാപുരത്ത് നിന്ന് വിട്ടിട്ട് ഇപ്പോൾ രാവിലെ ഇവിടെ മൂന്നാറിലെത്തി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. നമ്മളൊരു 3-4 ദിവസം കൂടെ മൂന്നാറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളും നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കിടക്കുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തുക. വീഡിയോ പോകുന്നുണ്ടേ? ഡ്രൈവ് ചെയ്യല്ല. നിനക്ക് ക്ലച്ച് ചെയ്താ ബ്രേക്ക് ചെയ്താ തിരിച്ചറിയാത്ത ചങ്ങായി പിന്നെ ഡാല കളിക്കാൻ നിങ്ങൾക്ക് ഇത് അറിയില്ലേ? നിങ്ങൾ ചെയ്യാറോ? എടാ എന്നെ മാത്രം എടുക്കും. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത്. പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് മൂന്നാറിലേക്ക് 31 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ഒക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഇവിടത്തേക്ക് വന്നതാണ്. ഇനി ഇവിടുന്ന് മൂന്നാറിലേക്ക് 31 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് പോകുന്നതിനേക്കാൾ മുന്നേ നമ്മളിവിടെ മറ്റ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട്
അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. നമ്മളെ ഹോട്ടൽ ഏതാ? അപ്പോൾ നമ്മളെല്ലാവരും റിഫ്രഷ് ഒക്കെ ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മൂന്നാറിലെ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ചതുരംഗപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് പിന്നെ ചതുരംഗപ്പാറയിലേക്ക്. അപ്പോൾ നമ്മൾ ഓൺ ദി വേ ആണ്. റോഡ് നല്ലതാണോ? ആണോ? ആണോ? കുറേ ഉണ്ടോ നടക്കാൻ? അപ്പോൾ വണ്ടി ഞങ്ങളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റോഡ് കുറച്ച് കഷ്ടപ്പാടാണ്, വണ്ടി പോകുമെന്നുള്ള കാര്യം വളരെ ഡൗട്ടാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി നടന്നിട്ട് പോവാം അങ്ങോട്ടേക്ക്, ചതുരംഗപ്പാറയിലേക്ക് നടന്നിട്ട് പോവാം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. ചതുരംഗപ്പാറയിലേക്ക് പോകുന്ന റോഡാണിത്. നമ്മുടെ വണ്ടി ഇതിലേക്കൂടെ പോകാൻ കഷ്ടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കി നടന്നിട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ചതുരംഗപ്പാറയിലേക്കാണ്. ഈ ചതുരംഗപ്പാറയെക്കുറിച്ച് അറിയാൻ സാധിച്ചത് വിൻഡ് മില്ലുകൾ ഒക്കെയുള്ള ഒരു സ്ഥലമാണെന്നാണ്. അപ്പോൾ എന്തായാലും പോയി കണ്ടു നോക്കാം. എത്രയുണ്ട് നടക്കാൻ ഇവിടുന്ന്? ഓക്കെ. എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നടക്കുകയാണ്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഈ കുന്ന് കയറാനുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര ഉണ്ടെന്ന് അറിയില്ല, കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മളിങ്ങനെ അപ്പോൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് ദൂരെ ഒരു വിൻഡ് മില്ല് കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ചില വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും വണ്ടി എടുത്ത് പോകാൻ ബൈക്കൊക്കെ ആണെങ്കിൽ എന്തായാലും കയറും, പക്ഷെ കാറ് കയറാൻ കുറച്ച് ചില സ്ഥലങ്ങളിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. പോവോ അങ്ങോട്ടേക്ക്? അതൊക്കെ അത്രേ ഉള്ളൂ. നല്ല തണുപ്പുണ്ടല്ലേ? വിൻഡ് മില്ല് കാണുന്നുണ്ട് ദൂരെ നിന്ന്. നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവസാനം കയറി ഈ വിൻഡ് മില്ലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു വിൻഡ് മില്ല് ഇത്രയും അടുത്തുനിന്ന് കാണുന്നത്. എന്തായാലും അടിപൊളി. അങ്ങനെ നടന്ന് വിൻഡ് മില്ലിൻ്റെ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. ചില വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തത്. പക്ഷെ എല്ലാ വണ്ടികൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഭയങ്കര കഷ്ടപ്പാടുള്ള റോഡാണ്. എന്തായാലും ആദ്യമായിട്ടാണ് ഞാനൊരു വിൻഡ് മിൽ ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത്. എന്താ എൻ്റെ നേരെ തലയുടെ മുകളിൽ വിൻഡ് മില്ലുണ്ട്. അടിപൊളി സ്ഥലമാണ്. ചുറ്റുപാടും അടിപൊളി സ്ഥലമാണ്. ഒരുപാട് വിൻഡ് മില്ലുകൾ ഇവിടെ ദൂരെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്രയും അടുത്ത് ഇവിടെ ഒന്ന് മാത്രമാണ് ഉള്ളത്. ദൂരെ ഒരുപാട് വിൻഡ് മില്ലുകളുണ്ട്. നിനക്കൊന്ന് പറയടാ. പൊളിയാണ് പൊളി, ഒരേ പൊളി.
താഴേക്ക് പോകേണ്ട ഒരു വഴിയുണ്ട്. എന്തായാലും നമ്മൾ ഒന്ന് അങ്ങോട്ടേക്ക് കൂടെ ഒന്ന് കയറി നോക്കാം, ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ്. ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മേലോട്ടേക്ക് കയറുകയാണ്. നേരെ നമുക്ക് നേരത്തെ വന്ന വിൻഡ്മില്ലിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. അവിടുന്ന് കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. വിൻമില്ലൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നിട്ട് പോവാണ്. പോടാ. ഈ വണ്ടി വെച്ച അവിടെ വരെ നടന്നിട്ട് പോകണം. അടി നമ്മൾ ഇനി എവിടെ പോന്നെ നവീനെ? നമ്മൾ ഇനി അടുത്ത് എവിടെ പോന്നെ? അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ബാക്കി എങ്ങോട്ട് പോകണം എന്നുള്ള ഡിസ്കസ് ചെയ്തിട്ട് ഈ ഫുഡ് കഴിക്കാൻ പോകണം അല്ലെങ്കിൽ വേറൊരു സ്ഥലം കൂടി കവർ ചെയ്യണം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കും. ഇത് ബ്ലോക്കായി പോയി. നമ്മൾ ചതുരംഗപ്പാറയും വിൻഡ്മില്ലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ആനയിറങ്കൽ ഡാമിലേക്കാണ്. അപ്പോൾ ആനയിറങ്കൽ ഡാമിലേക്ക് ഈ ചതുരംഗപ്പാറയിൽ നിന്നും ഏകദേശം ഒരു 10-25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആനയിറങ്കൽ ബോട്ടിംഗ് സ്പോട്ടിലാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് എൻട്രി ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ടിക്കറ്റ്. അതോടൊപ്പം തന്നെ വണ്ടിക്ക് 30 രൂപയും ഒരാൾക്ക് സെപ്പറേറ്റ് 30 രൂപയാണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആനയിറങ്കൽ ഡാമിലെ ബോട്ടിംഗ് സ്പോട്ടിലാണ്. ഇവിടെയുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് എൻട്രി ഫീസ് ഉണ്ട്, സെപ്പറേറ്റ് എൻട്രി ഫീസ്. ഒരാൾക്ക് 30 രൂപയും അതോടൊപ്പം തന്നെ വണ്ടിക്ക് സെപ്പറേറ്റ് 30 രൂപ. അപ്പോൾ ടോട്ടൽ നമ്മൾ 6 പേരുണ്ട്, 6 പേർക്ക് 30. അപ്പോൾ ടോട്ടൽ നമുക്ക് വണ്ടി ഫീസും അതോടൊപ്പം തന്നെ വണ്ടിയുടെ എൻട്രി ഫീസും അതോടൊപ്പം തന്നെ ഓരോ ആൾക്കുള്ള എൻട്രി ഫീസുമായിട്ട് ടോട്ടൽ നമുക്ക് 210 രൂപയാണ് ഇവിടെ ചിലവായിട്ടുള്ളത്. ഒരാൾക്ക് 30 രൂപ. നമ്മൾ 6 പേരുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഈ ബോട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുള്ളത് 1:50-നാണ്. 2 മണിക്കാണ് അവിടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ബോട്ടിങ് ചെയ്യാൻ
നമ്മൾ നിൽക്കുന്നില്ല, കാരണം നമുക്ക് കുറച്ചുകൂടി പ്ലേസുകൾ കവർ ചെയ്യാനുണ്ട്. നമുക്കൊരു 3 മണിയാകുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് കൂടെ എത്താനുണ്ട്. അതുകൊണ്ട് ബോട്ടിങ് നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടുത്തെ സീനറികളൊക്കെ കാണാൻ വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ബോട്ട് സർവീസിൻ്റെ കോസ്റ്റ് ഞാൻ മനസ്സിലാക്കിയത് 6 പേർക്ക് 1500 1300 സംതിങ് രൂപയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊന്നും നിൽക്കുന്നില്ല. അടുത്തതായിട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ബോഡമേട്ട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. അവിടെ രാത്രി ടെൻറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടെൻറ്റിങ്ങും ആ ടൂറിസ്റ്റ് പ്ലേസും ഒക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ, വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴെ തന്നെ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മൂന്നാറിലെ ചതുരംഗ പാർക്ക് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കിടക്കുന്ന വേണ്ടി പോകുന്നത് ആനയിറങ്കൽ പാറയിലേക്കാണ്.